ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ടവലും മാറിയിടാനുള്ള ഡ്രസ്സും കൊടുത്ത് ഷിഫയെ ബാത്റൂമിലേക്ക് പറഞ്ഞു വിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു ആദി. അപ്പോഴാണ് ഷിയാബ് മുറിയിലേക്ക് കയറി വരുന്നത്. ആയിക്ക, ഒരു മിനിറ്റ്, ഞാൻ താഴെ പോയി വരാം, നിങ്ങളിവിടെ ഇരിക്കേ. അവനെന്തെങ്കിലും പറയുന്നതിന് മുന്നേ ആദി പുറത്തേക്ക് നടന്നിരുന്നു. പോകുന്ന പോകിൽ വാതിലും വലിച്ചടച്ചവൾ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. ഒപ്പം ചുണ്ടിലൊരു കള്ളച്ചിരിയും. ബാത്റൂമിന്റെ ഡോർ തുറന്ന് പെട്ടെന്നായിരുന്നു ഷിഫ പുറത്തേക്ക് ഇറങ്ങിയത്. പ്രതീക്ഷിക്കാതെ മുന്നിൽ ഷിയാബിനെ കണ്ടതും അവളിലാകെ ഒരു പരവേശം നിറഞ്ഞു. അടഞ്ഞുകിടക്കുന്ന വാതിലും കൂടെ കണ്ടപ്പോ പെണ്ണിന്റെ കാറ്റ് പോകാൻ തുടങ്ങി. ആദ്യവിടെ എന്തേ, എന്നെ പറ്റില്ലേ ചോദിച്ചുകൊണ്ട് അവനവിടെ അരികിലേക്ക് വന്നു. അല്ല ഷിയാബ് ഖാ, ഞാൻ... അവന്റെ നോട്ടം താങ്ങാൻ കഴിയാതെ അവൾ മിഴികൾ താഴ്ത്തി. പൊടുന്നനെ അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് ഇരുകൈകളാലെ ചുറ്റിപ്പിടിച്ചു. അവളുടെ ഉള്ളിൽ മഞ്ഞുമഴ പെയ്യാൻ തുടങ്ങി. പതുക്കെ മിഴികൾ ഉയർത്തി ഷിയാബിനെ നോക്കുമ്പോൾ അവന്റെ മുഖത്ത് അവളോടുള്ള പ്രണയം പൂത്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ നെറ്റിയിൽ അവന്റെ ചുണ്ടുകൾ അമർന്നു. അവളുടെ ഉള്ളിലൂടെ ഒരു കുളിരങ്ങ് പാഞ്ഞുപോയി. കുറച്ചു സമയം ഒന്നും മിണ്ടാതെ രണ്ടുപേരും കണ്ണിൽ നോക്കി നിന്നു. അറിയാതെ തന്നെ അവന്റെ അധരങ്ങൾ വീണ്ടും അവളുടെ കവിളിലേക്ക് ചേർന്നു. അത് ഇഴഞ്ഞ് കഴുത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും എന്തോ ഓർമ്മ വന്ന പോലെ അവന്റെ കൈകൾക്കുള്ളിൽ നിന്നും പിടഞ്ഞുകൊണ്ടവൾ പുറകോട്ടി നീങ്ങി. അവന്റെ പ്രണയത്തോടെയുള്ള തീവ്ര നോട്ടം അപ്പോഴും അവളിൽ തറഞ്ഞു നിന്നിരുന്നു. പെട്ടെന്നാണ് ഷിയാബിന്റെ കണ്ണിൽ ആ കാഴ്ച കിടക്കുന്നത്. അവളുടെ കഴുത്തിൽ നീണ്ടു കിടക്കുന്ന രണ്ട് ചെയിനുകൾ. അവന്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ തിരഞ്ഞു. കയ്യിൽ കുറച്ച് വളകളും 3-4 റിങ്ങുകളും. നിന്റെ ദേഹത്തെടുക്കുന്ന ഈ ആഭരണങ്ങളൊക്കെ സ്വർണ്ണാണോ? ഉപ്പവായി തന്നാ. ഏറെ സന്തോഷത്തോടെ അവൾ പറഞ്ഞു. ഇത് മാത്രമേ ഉള്ളൂ? ചോദിച്ചപ്പോൾ അവന്റെ മുഖത്തെ തെളിച്ചം മങ്ങി. ശബ്ദം കടുത്തതായിരുന്നു. പെട്ടെന്നുള്ള ഷിയാബിന്റെ ഭാവമാറ്റം അവളിലൊരു ഭയമുണർത്തി. അതേന്ന് അവൾ പതുക്കെ തലയേൽപ്പിച്ചു. അതെന്താ നീ കൂടുതൽ കൊണ്ടുവരാതിരുന്ന്? എന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വരുമ്പോ നിറയെ സ്വർണ്ണോട്ട് അന്തസ്സായി കയറി വരണമെന്ന് എനിക്കറിയില്ലേ? അവന്റെ ഇതുവരെ കാണാത്ത മുഖവും പെരുമാറ്റ രീതിയും അവളിലൊരു സങ്കടക്കടൽ തന്നെ സൃഷ്ടിച്ചു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് മാത്രമല്ല, അനുസരണയില്ലാതെ കവിളിലേക്ക് ഒലിച്ചിറങ്ങാനും തുടങ്ങി. അവന് മുഖം കൊടുക്കാൻ കഴിയാതെ അവളുടെ മിഴികൾ താഴ്ന്നുപോയി. കാത്തിരുന്ന് നേടിയെടുത്ത് ഇങ്ങനൊരുത്തനെ ആയിരുന്നോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി. പറയേ, ഇങ്ങനെയാണോ നീ എന്റെ ജീവിതത്തിലേക്ക് കയറി വരേണ്ടത്? അവന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. പ്രതികരിക്കാൻ കഴിയാതെ ഒരുതരം മരവിപ്പോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഷിയാബിന്റെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നുമില്ല, കണ്ണുകളിൽ ദേഷ്യം മാത്രം. അവളുടെ ഉള്ളം കിടന്ന് പെരുമ്പറവട്ടാൻ തുടങ്ങി. അവൻ അവളുടെ അരികിലേക്ക് ചെന്നു. താഴേക്ക് നോക്കി നിൽക്കുന്നവരുടെ മുഖം പിടിച്ചുയർത്തി കവിളിലൂടെ ചാലിട്ടൊഴുകുന്ന കണ്ണുനീർ കണ്ടതും അവന്റെ ഉള്ളൊന്ന് നൊന്തു. ഇത്രയുള്ളൂ നീ? അവന്റെ മുഖത്തെ കുസൃതി കണ്ട് ഞൊടിയിടയിൽ അവളുടെ ഉള്ളിലെ സങ്കടം കെട്ടടങ്ങി. പറ്റിച്ചതാണെന്ന് മനസ്സിലായതും അവൾക്ക് കലിയിളകാൻ തുടങ്ങി. അവന് തുറിച്ചു നോക്കി. അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവൻ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു. അത് ഇഷ്ടമായില്ലെന്നോണം അവൾ നിന്ന് കുതറി. വീട്ട് ചുണ്ടുകൂർപ്പിച്ച് കനപ്പിച്ചു പറഞ്ഞു അവൾ. ഒന്നടങ്ങന്റെ പെണ്ണെ, ഇക്കാക്കൊരു തമാശ കാണിച്ചല്ലേ? തമാശ പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും കുതറിക്കൊണ്ടിരുന്നു. നടു റോഡിൽ വെച്ച് എന്നോട് തറുതല പറയാൻ 100 നാക്കായിരുന്നില്ലടി നിനക്ക്. ഇപ്പൊ ഒന്നുമില്ലേ? മറുപടി പറയാതെ അവൾ മുഖം വെട്ടിച്ചു. നിനക്ക് നാണുണ്ടോടി? ആ പാവ മനുഷ്യനുണ്ട് ഇതൊക്കെ വാങ്ങിപ്പിക്കാൻ. അതിന്റെ ആവശ്യമുണ്ടോ നിനക്ക്? അവന്റെ സ്വരം കെടുത്തു. അവളൊന്നും മിണ്ടിയില്ല. മുഖം തുടക്ക്. കയറി വന്ന അന്നേനെ നിന്നെ കരയിപ്പിച്ചു എന്നങ്ങനെ ഉമ്മറിഞ്ഞ എനിക്ക് വധശിക്ഷ നടപ്പാക്കും. ഞാൻ പറഞ്ഞു കൊടുക്കും. സ്വർണത്തിന്റെയും പണത്തിന്റെയും കുറവ് പറഞ്ഞു നിങ്ങൾ എന്നെ വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു എന്ന് എല്ലാവരോടും പറയും ഞാൻ. പരിഭവം കൊണ്ട് അവളുടെ കവിള് വീർത്തു വന്നു. ഒപ്പം വീണ്ടും കണ്ണുകളിൽ നനവ് പടർന്നു. ഒന്ന് പേടിപ്പിക്കാൻ ചെയ്താണെങ്കിലും അത് അവളുടെ മനസ്സിൽ വല്ലാതെ കൊണ്ടുപോയിരുന്നു. ഷിയാബിന്റെ ഉള്ളിൽ അരിവ് തോന്നി. അവളുടെ അരക്കെട്ടിയുള്ള പിടുത്തം കയ്യിലേക്ക് മാറ്റിയവൻ ശേഷം ഭിത്തിയിൽ നീണ്ടിടക്കുന്ന ഷെൽഫിന് മുന്നിലേക്ക് അവളെയും വലിച്ചു പോയി. തുറക്ക്. ആദ്യത്തെ ഡോർ കാണിച്ചവൻ പറഞ്ഞു. തെളിയ സംശയത്തോടെ അവൾ തുറന്നു നോക്കി. പടിപടിയായി അടുക്കി വെച്ചിരിക്കുന്ന ജ്വല്ലറി ബോക്സുകൾ അവൾക്കൊന്നും മനസ്സിലായില്ല. അവനെ തന്നെ മിഴിച്ചു നോക്കി അവൾ. ഒരെണ്ണം കയ്യിലെടുത്ത് ഷിയാബ് അവൾക്ക് നേരെ തുറന്നു കാണിച്ചു. അതിനകത്ത് നിറഞ്ഞു കിടക്കുന്ന ആഭരണങ്ങൾ കണ്ടവൾ വീണ്ടും സംശയത്തോടെ നെറ്റി വിളിച്ചു. നിനക്കാ എന്റെ രാജകുമാരിക്ക്? ഇത് മാത്രമല്ല, അതിലുള്ളത് മുഴുവൻ. അത്ഭുതം കൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. ഒരു പ്രത്യേക ഇഷ്ടത്തോടെ അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. റിസപ്ഷനും ഉമ്മയുപ്പയും വരുമ്പോ ഇപ്പൊ നിന്റെ ദേഹത്തെടുക്കുന്ന ഊരി അവരെ ഏൽപ്പിച്ചേക്കണം. കണ്ടുപോകരുത് ഒരു തരിയുടെ. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്ന് കരുതി അവിടെ ഒരു സഹായം നമുക്ക് വേണ്ടെന്നല്ല, വേണം. ആവശ്യം വരുമ്പോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇതൊക്കെ എങ്ങനെയാണ് ഉപ്പ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് നമുക്ക് വേണ്ട. സ്നേഹത്തോടെ നിരസിക്കാം. ഇവിടെ ആരും അതേക്കുറിച്ച് നിന്നോട് ചോദിക്കില്ല. ഉപ്പാന്റെ ചോരയും വിയർപ്പും ചേർന്ന സമ്പാദ്യം
അത് നിന്നേക്കാൾ ചേരുന്നത് നിന്റെ ഉമ്മാക്ക. അവന്റെ സംസാരം കേട്ട് കണ്ണിമച്ചിമാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. പ്രണയത്തേക്കാൾ കൂടുതൽ ബഹുമാനം തോന്നിപ്പോയി അവനോട്. ഈ തറവാടിനെ കുറിച്ചും ഇവിടുത്തെ ആളുകളുടെ സ്വഭാവമഹിമയെക്കുറിച്ചുമൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. സന്തോഷം കൊണ്ട് വീണ്ടും കണ്ണുകൾ നിറഞ്ഞു വന്നു. അടുത്ത കരച്ചിൽ പെട്ടി ഓണാക്കാനുള്ള പുറപ്പാടാണ് അവളെന്ന് മനസ്സിലായതും അവൻ വേഗത്തിൽ ഷെൽഫിന്റെ അടുത്ത ഡോർ തുറന്നു കാണിച്ചു. അതിനുള്ളിലെ കാഴ്ച കണ്ട് അവൾ വാപൊളിച്ചു. വസ്ത്രങ്ങളുടെ മഹാമേള. അടുത്തടുത്തായുള്ള ഓരോ ഡോറുകൾ മാറി മാറി തുറക്കുമ്പോഴും അവസ്ഥ അത് തന്നെ. കണ്ണുകൾ അമ്പരപ്പോടെ വിടർന്നു വരികയായിരുന്നു. അവൾക്കായി അവൻ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങൾ അത്രയും ഉണ്ടായിരുന്നു. കുറച്ചു മുന്നേ അവനോട് തോന്നിയ ദേഷ്യവും പരിഭവമെല്ലാം എങ്ങോട്ടോ ഓടിപ്പോയി. അതെ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, എന്റെ അമ്മായിമാരെ കൊണ്ടും മൂത്തുമാരെ കൊണ്ടും പറയിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണോ നീ? പെണ്ണ് വന്നു കയറിയപ്പോ തന്നെ അവനെയും കൊണ്ട് വാതിലടച്ചെന്ന് പറയുന്നുണ്ടാവും അവര്. അതുമില്ല, ഇനി എന്നെ കൊണ്ട് വല്ല കടുങ്കയും ചെയ്യിച്ചിട്ട് ഇവിടുന്ന് പുറത്തിറക്കുന്നുണ്ടെങ്കിൽ എല്ലാം കണ്ട് കാറ്റുപോയ കണക്കിന് നിൽക്കുന്നവളോട് പറയുന്നതോടൊപ്പം അവൻ ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. ഒന്നും നോക്കിയില്ല, ഒറ്റ തള്ളിന് അവനെ പുറകിലേക്കാക്കി ബെഡിൽ കിടന്ന ഷോളും എടുത്ത് വെളിയിലേക്ക് ഒരു ഓട്ടം വെച്ച് കൊടുത്തു. അത് കണ്ട് ചിരി നിർത്താൻ വയ്യാതെ അവൻ വയറിൽ അമർത്തി പിടിച്ചു. ഷിയാബിനെയും ഷിഫയും റൂമിൽ തനിച്ചാക്കി പോന്നോർത്ത് ചിരിയോടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് സാറിന്റെ കാര്യം ഓർമ്മ വന്നത്. ധൃതിയിൽ എഴുന്നേറ്റ് അവന്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു. പാതിചാര്യവാതിലിൽ രണ്ടു മുട്ടി, മറുപടിയില്ല. സർ സർ അവൾ നീട്ടി വിളിച്ചു. എന്നിട്ട് ഉത്തരമില്ലെന്ന് കണ്ടതും മെല്ലെ അകത്തേക്ക് കയറി. പെട്ടെന്ന് പുറകിൽ വാതിൽ കൊട്ടിയടക്കപ്പെട്ടു. ആ ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. നോക്കുമ്പോൾ അവനുണ്ട് വാതിലും ചാരി അവളെ തന്നെ നോക്കി നിൽക്കുന്നു. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് വിളിച്ചാലും മിണ്ടില്ല. അവൾ നിന്ന് പല്ലിറുമി. അവനൊന്നും മിണ്ടിയില്ല. ഒന്നും രണ്ട് ചുവടുകൾ വെച്ച് പതിയെ പതിയെ അവൾക്കരിയിലേക്ക് നടന്നെടുത്തു. ആ നോട്ടവും വരവും പന്തിയിൽ നിന്ന് കണ്ടതും അവളുടെ കാലുകൾ പുറകോട്ട് ചലിച്ചു. ഒടുക്കം ഭിത്തിയോട് ചേർന്നു. ഒന്നിറങ്ങുന്നതിന് മുന്നേ അവൻ അവളുടെ ദേഹത്തേക്ക് ഒട്ടിയിരുന്നു. വിളിക്കാൻ തുനിഞ്ഞതും അവന്റെ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടിന്മേൽ പതിഞ്ഞു. അവന്റെ പ്രണയത്തോടെയുള്ള തുറിച്ച നോട്ടം അവൾക്ക് താങ്ങാൻ പറ്റാവുന്നതിൽ അപ്പുറമായിരുന്നു. അവളുടെ ശ്വാസഗതി വേഗത്തിലായി. വിളിക്കരുത് അങ്ങനെ. സർ എന്നുള്ളതിന്റെ വിളി കേൾക്കുമ്പോൾ എനിക്കൊരുപാട് അകൽച്ച തോന്നുക. ഇക്ക അലി വേണ്ട, പേര് ചേർത്ത് വിളിച്ചു. പക്ഷെ സാർ വിളി അതിന് വേണ്ട. അവളുടെ മിഴിയിലേക്ക് നട്ട ആഴത്തിലുള്ള നോട്ടം പിൻവലിക്കാതെ ശബ്ദം താഴ്ത്തി അവൻ പറഞ്ഞു. ശരിയെന്നോണം അവൾ പതുക്കെ തലയനക്കി. അവളുടെ അതിരത്തെ ബന്ദിയാക്കി വെച്ച വിരൽ അവൻ പിൻവലിച്ചു. അപ്പോഴും അവളുടെ ഹൃദയം കിടന്ന് പടപടാമിടിക്കുകയായിരുന്നു. അതവന് വ്യക്തമായി കേൾക്കാമായിരുന്നു. അവളുടെ കണ്ണിലെ നാണം കലർന്ന ഭയവും നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പും പേടിച്ചരണ്ടുള്ള നിൽപ്പും കണ്ട് അവനൊരു കുസൃതി തോന്നി. ഒന്നുകൂടി അവളുടെ ദേഹത്തേക്ക് ഒട്ടി. ആ കണ്ണിലേക്ക് നോക്കി മെല്ലെ അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി. ഒന്ന് മുരണ്ടുകൊണ്ട് അവൾ അവന്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു. ആദ്യത്തെ പിടച്ചിൽ കഴിഞ്ഞ് പതിയെ അവന്റെ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. എത്ര സമയം അങ്ങനെ നിന്നു എന്നറിയില്ല. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു എന്നറിഞ്ഞതും പതിയെ അവളെ മോചിപ്പിച്ചു. അപ്പോഴും അവളുടെ ചുണ്ടുകളിലെ തേൻ നിവർന്ന് മതിയായിരുന്നില്ല അവന്. ആദിക്ക് മിഴികൾ ഉയർത്തി അവന് നോക്കാൻ കഴിഞ്ഞില്ല. അവൾ നിലത്തേക്ക് കണ്ണു നട്ട് നിന്നു. ഇടി ചെവിയിൽ അവന്റെ ചൂട് ശ്വാസം തട്ടിയതും നോട്ടമെല്ലാം അവനിലേക്കായി. ചോര പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ട് വിരലിനാൽ തുടച്ചെടുത്തു. അവൾക്ക് ദേഹമാകെ ഒരു വിറയൽ പോലെ. അവന് മുഖം കൊടുക്കാനും കഴിയുന്നില്ല. ആ അവസ്ഥ മനസ്സിലാക്കിയവൻ അവളുടെ ശരീരത്തിൽ നിന്നും പിൻവലിഞ്ഞ് ഒരനക്കം പുറകോട്ടി നീങ്ങി അവൾക്ക് പോവാനുള്ള അനുവാദം കൊടുത്തു. ഒന്നുകൂടി അവന്റെ മുഖത്തേക്ക് നോക്കി മെല്ലെ പുറത്തേക്ക് ചൂടുകൾ വെക്കുമ്പോഴും കഴിഞ്ഞുപോയ പ്രണയ നിമിഷങ്ങളിൽ കുടുങ്ങി കിടക്കുകയായിരുന്നവൾ. സമയം നീങ്ങിക്കൊണ്ടിരുന്നു. ബ്യൂട്ടീഷ്യനും ആദ്യം ചേർന്ന് ഷിഫയെ നന്നായി അണിയിച്ചൊരുക്കി. ഡാർക്ക് ഗ്രീൻ കളറിൽ ഹെവി വർക്കുള്ള ലഹങ്കയായിരുന്നു അവളുടെ വേഷം. അതിനൊത്ത ഓർണമെന്റ്സും മേക്കപ്പും. ഒന്നും വിട്ടുപോയില്ലല്ലോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തിയതിനു ശേഷം ഡോർ ലോക്ക് തുറന്ന് ഷിഫയെയും കൊണ്ട് ആദ്യം പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഷിയാബ് ഒരുക്കങ്ങൾ കഴിഞ്ഞു വന്നിരുന്നു. ലൈറ്റ് ഗ്രീൻ കളറുള്ള വെഡിങ് സ്യൂട്ടിൽ അവൻ അതീവ മൊൻസനായിരുന്നു. ഇക്ക, താഴെ ആളുകൾ വന്നു തുടങ്ങി, പെട്ടെന്ന് ചെല്ലൂട്ടോ, ഞാൻ റെഡി ആയിട്ട് പോരാം. ഷിഫയെ അവനെ ഏൽപ്പിച്ച് ആദ്യം മുറിയിലേക്ക് ഓടി. ഷിയാബ് ഷിഫക്ക് നേരെ കൈ നീട്ടി. അവൻ തന്റെ കൈ ആ ഉള്ളം കൈയിലേക്ക് ചേർത്ത് വെച്ചു. രണ്ടുപേരും ഒരുമിച്ച് ചുവടുകൾ വെച്ചു. മണവാളിനും മണവാട്ടി ഒരുമിച്ച് താഴേക്ക് ഇറങ്ങിച്ചെന്നു. ഫ്രണ്ട്സും കസിൻസും എല്ലാവർക്കും ചുറ്റും ഓടിക്കൂടി. അവരെ തൊട്ടും തലോടി ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആളുകൾ കൂടുതലായി വരവ് തുടങ്ങിയതും അവർ പിന്നെ ഫ്രണ്ടിലെ സ്റ്റേജിലേക്ക് കയറി നിന്നു. താഴേക്ക് ഇറങ്ങി വന്ന മുതൽ ഫെബിയുടെ കണ്ണുകൾ ചുറ്റിനും പായുകയാണ്. ബാക്കി എല്ലാത്തിനെയും അവിടെ ഇവിടെയായി കാണുന്നുണ്ട്. ഇവളിത് എവിടെ പോയി ചിന്തിച്ചുകൊണ്ട് തിരിഞ്ഞതേയുള്ളൂ. ദേ നിൽക്കുന്ന മുന്നിലൊരു മാലാക്ക. കണ്ണുകൾ ഇറുക്കി ചിമ്മി വീണ്ടും തുറന്നു. ആദ്യം തന്നെ അവൻ ഉറപ്പായി. ബേബി പിങ്ക് കളറുള്ള പ്ലെയിൻ ഗൗണും സെയിം കളറുള്ള നെറ്റ് ഷോളും.
മുടികൾ അനുസരണയില്ലാതെ അവിടെ ഇവിടെയായി പാറിപ്പറക്കുന്നത് ഇടയ്ക്കിടെ അവൾ ഒതുക്കി വെക്കുന്നുണ്ട്. കാതിലാടുന്ന ലോലാക്കും കൈകളിൽ കലവില കൂട്ടുന്ന വളകളും വരെ നിമിഷ നേരം കൊണ്ട് അവൻ ഒപ്പിയെടുത്തു. പടച്ചോനെ, ഇവൾ എന്നെ കൊണ്ട് രണ്ടാമതും കിസ്സടിപ്പിക്കുവോ? അപ്പോഴേക്ക് അവൾ മുന്നിലെത്തിയിരുന്നു. സർ, അവൻ അവൾ നോക്കി കണ്ണുരുട്ടി. സോറി ഇക്ക, അറിയാതെ വന്നു പോയതാ. വാ. അവളുടെ കയ്യിൽ പിടിച്ച് അവൻ ഫ്രണ്ടിലേക്ക് നടന്നു. റിസപ്ഷൻ പൊടി പൊടിച്ചു. ഷിഫയുടെ വീട്ടിലും കുടുംബത്തിലും അയൽപ്പക്കത്തുമുള്ള എല്ലാവരും പരിപാടിയിൽ പങ്കെടുത്തു. ഏറ്റവും ഉചിതമായത് തന്നെ അവൾക്ക് വന്നു ചേർന്ന് കണ്ട് സന്തോഷം കൊണ്ട് അവരുടെയൊക്കെ കണ്ണു നിറഞ്ഞു. ഫെബിയുടെ വീട്ടിൽ നിന്നും ഉമ്മയും ഉപ്പയും റെയ്ഹാനും വന്നു. എത്തിച്ചേർന്ന അത്രയും ആളുകളെ സാക്ഷി നിർത്തി ഷിയാബ് ഷിഫയുടെ കഴുത്തിൽ മഹറണിയിച്ചു. സന്തോഷപൂർവ്വം അവന് മുന്നിൽ ശിരസ് വിനിച്ച് അവളത് ഏറ്റുവാങ്ങി. അങ്ങനെയെല്ലാം മംഗളമായി കഴിഞ്ഞു. രാത്രി ഭക്ഷണത്തിന് ശേഷം വീട്ടുകാരോടൊപ്പം ഫെബിയും പോവാനൊരുങ്ങി. ആദിക്ക് മനസ്സിനൊരു വല്ലായ്മ തോന്നി. ഒരു ദിവസം മുഴുവൻ അവന്റെ കൂടെ ആയിരുന്നല്ലോ. പെട്ടെന്ന് പോവാണെന്ന് കേട്ടപ്പോൾ ചെറിയ സങ്കടം. എന്നാൽ അവൾ പുറത്തേക്ക് കാണിച്ചില്ല. ചിരിച്ചുകൊണ്ട് തന്നെ പെരുമാറി. അവന്റെ ഡ്രസ്സും മറ്റു സാധനങ്ങളെല്ലാം എടുക്കാൻ മുറിയിലേക്ക് അവനോടൊപ്പം അവളും ചെന്നു. കുറച്ചു സമയം കൂടി സംസാരിച്ചിരുന്നിട്ടാണ് പിന്നെ താഴേക്ക് ഇറങ്ങി വന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ മടങ്ങി. റിസപ്ഷൻ കഴിഞ്ഞതും മുതിർന്നവരോടൊപ്പം ഷിയാബും ഡൈനിങ് ഹാളിലെ സോഫയിലേക്ക് ഇരുന്നു. കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഓരോ സ്ഥാനം കണ്ടെത്തി ഉറക്കം തുടങ്ങിയിരുന്നു. ആദി ഷിഫയും കൊണ്ട് റൂമിലേക്ക് ചെന്നു. ഉച്ചക്ക് മുന്നേ ചാർത്തി കൊടുത്ത വസ്ത്രങ്ങൾക്കും ആഭരണങ്ങൾക്കും ഇടയിൽ നിന്നും അവളെ മോചിപ്പിക്കുക എന്നതിന്റെ ലക്ഷ്യം. അരമണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അത് അവൾ സാധിച്ചെടുത്തു. അപ്പോഴേക്ക് ഉറക്കം കണ്ണുകളെ തഴുകി തുടങ്ങിയിരുന്നു. ഷിഫക്കുള്ള ടവലും മാറ്റിയിടാനുള്ള വസ്ത്രങ്ങളും എടുത്തു കൊടുത്ത് ഇക്ക ഇങ്ങോട്ട് പറഞ്ഞു വിടാമെന്നും പറഞ്ഞ് ആദ്യ മുറിയിലേക്ക് നടന്നു. ആഷി ബെഡിൽ കിടന്ന് ഉറക്കം പിടിച്ചിരുന്നു. ഫോൺ എടുത്ത് നോക്കി. വീട്ടിലെത്തിയെന്നും പറഞ്ഞ് സാറിന് മെസ്സേജ് ഉണ്ട്. മറുപടി കൊടുക്കാൻ പോയാൽ ഇപ്പൊ വിളി വരും. സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഫോൺ മാറ്റിവെച്ചു. അത്രയും ഉറക്കദേവത കണ്ണുകളെ കടാക്ഷിച്ചിരുന്നു. കുളി കഴിഞ്ഞിറങ്ങിയിട്ടും ഷിയാബിനെ മുറിയിൽ കണ്ടില്ല. ശിവ പുറത്തേക്ക് കടന്നു. സ്റ്റെയർ എത്തിയപ്പോഴേക്കും അവൻ കയറി വരുന്നുണ്ട്. അവിടെ തന്നെ നിന്നു. ആദ്യ കിടന്നോ? ചെല്ല്, ഉമ്മയോടും സംസാരിച്ചിട്ട് പോര്. നിന്നെ അന്വേഷിച്ചിരുന്നു. അപ്പോഴേക്കും ഞാനൊന്ന് കുളിക്കട്ടെ. അവൾ താഴേക്കും അവൻ മുകളിലേക്കും നടന്നു. അവളെ കാത്തുന്ന പോലെ ഉമ്മ അടുക്കളയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. വെറുതെ വിശേഷങ്ങൾ ചോദിച്ചും പറഞ്ഞും കുറച്ചു സമയം ചെലവഴിച്ചു. ശേഷം ഒരു ഗ്ലാസ് പാലെടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് കിടക്കാൻ പറഞ്ഞയച്ചു. അതും വാങ്ങി മേലെ സ്റ്റെപ്പുകൾ കയറി അവൾ മുറിയിലേക്ക് ചെന്നു. കുളി കഴിഞ്ഞു വന്ന് കണ്ണാടിക്കുമ്പിൽ നിന്ന് മുടി ചെയ്യുകയായിരുന്നു ഷിഹാബ്. അവളുടെ കാൽ പെരുമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കി. കയ്യിലെ പാൽ ഗ്ലാസ് ടീപ്പോയിലേക്ക് വെച്ച് അവൾ അവനെ നോക്കി. ചീപ്പ് കണ്ണാടിക്കുമ്പിലേക്കിട്ട് അവൻ അവിടെ അടുത്തേക്ക് ചെന്നു. രണ്ടുപേരുടെയും ചുണ്ടിൽ തെളിഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി. ഷിയാബ് അവളുടെ അരക്കെട്ടിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് നെറ്റി അവളുടെ നെറ്റിയിൽ മുട്ടിച്ചു. ശിഫ മിഴികൾ ഉയർത്തി അവനെ നോക്കി. സന്തോഷായോ? സമാധാനം കിട്ടിയോ നിനക്ക്? ഇതിനു വേണ്ടിയല്ലേ ഇത്രയും നാൾ കാത്തിരുന്നു? എന്റെ മഹറിന് അവകാശമാവണമെന്നല്ലേ നീ മോഹിച്ചത്? സന്തോഷം കൊണ്ട് അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. ഏറെ സ്നേഹത്തോടെ അവളുടെ കണ്ണുകളിൽ മാറി മാറി ചുംബിച്ച് ഓരോ നീർത്തുള്ളികളും ചുണ്ടുകൾ കൊണ്ട് അവൻ ഒപ്പിയെടുത്തു. ക്ഷീണം തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ല. എന്നാ കുറച്ചു സമയം നമുക്ക് നിലാവത്തി എന്നിരുന്നാലോ? കൈകൾ കോർത്തു പിടിച്ച് അവർ വെളിയിലേക്ക് ഇറങ്ങി. ആഷിയുടെയും ആദിയുടെയും റൂമിന് മുമ്പിലെത്തിയതും ഒരു കാര്യം കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവൻ ശബ്ദമുണ്ടാക്കാ ഡോറിന്റെ ഞെക്കിൽ പിടിച്ച് താഴ്ത്തി. വാതിൽ തുറന്നവൻ ഷിയാബ് ആദ്യം കയറി. അതിനു പുറകെ ഷിഫയും. സീറോ ബൾബിന്റെ അരണ്ട വെളിച്ചത്തിൽ പുതപ്പിനിടയിൽ 2 രൂപങ്ങൾ. ഷിഫ സംശയത്തോടെ ഷിയാബിനെ നോക്കി. അവൻ ചെന്ന് പതുക്കെ താഴ്ഭാഗത്തെ പുതപ്പ് നീക്കി. 2 പരിക്കൻ കാലുകൾ, അടുത്തൊരു കുഞ്ഞു മുഖവും. ഷിഫ അന്തിച്ചു നിന്നു. ഒരുമിച്ചാണ് കിടക്കുന്നത്? ഒരുമിച്ചല്ലേ ജനിച്ചത്. അവിടുന്ന് അങ്ങോട്ട് ഇതുവരെ ഒരുമിച്ച എല്ലാ കാര്യത്തിലും. ഇവിടെ കല്യാണം കഴിഞ്ഞ് പോയാലാ അവൻ തനിച്ചായി പോവും. ഇതുവരെ രണ്ടുപേരും പിരിഞ്ഞിരുന്നിട്ടില്ല. എന്ന് വെച്ചാൽ അവളോട് ഇങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ. അവനും ദീർഘമായി നിശ്വസിച്ചു. ഷിഫ അത്ഭുതത്തോടെ കുറച്ചു സമയം അവരെ തന്നെ നോക്കി നിന്ന് പോയി. ശേഷം പുതപ്പ് നേരെയിട്ട് കൊടുത്ത് വാതിലടച്ച് അവർ ഓപ്പൺ ടെറസിലേക്ക് നടന്നു. ഷിഫയുടെ മടിയിൽ തലവെച്ച് ആകാശത്തിന്റെ ഭംഗി ആസ്വദിച്ച് കിടക്കുമ്പോൾ അത്രയും കാലം മനസ്സിന്റെ അടിത്തട്ടിൽ പറയാതെ സൂക്ഷിച്ച പ്രണയം മുഴുവൻ വാക്കുകളിലൂടെ പങ്കുവെച്ചുകൊണ്ടിരുന്ന 2 പേരും. പള്ളിയിൽ നിന്നും വന്നാലുടൻ അവന് കട്ടൻ ചായ നിർബന്ധമാണെന്ന് ഉമ്മ പറഞ്ഞ പ്രകാരം അതുമായി ഡൈനിങ്ങിലേക്ക് ചെന്നായിരുന്നു ഷിഫ. ഡൈനിങ്ങിലും സിറ്റൗട്ടിലും പരിസരത്തൊന്നും അവനെ കാണാഞ്ഞിട്ട് തിരിച്ച് കിച്ചണിലേക്ക് തന്നെ നടക്കാനൊരുങ്ങുമ്പോഴാണ് ഷിയാബ് മുകളിൽ നിന്ന് തൊള്ളകേറി സംസാരിക്കുന്ന അവൾ കേൾക്കുന്നത്. ഗ്ലാസ് ടേബിളിലേക്ക് വെച്ച് ധൃതിയിൽ സ്റ്റെപ്പ് കയറി. അവിടെ എത്തിയപ്പോൾ തന്നെ കാണുന്നത് തലയും താഴ്ത്തിന്ന് അവന്റെ വായിലിരിക്കുന്ന മുഴുവൻ ഏറ്റുവാങ്ങുന്ന ആദിയും ആഷിയുമാണ്. 2ന്റെയും നിൽപ്പും മുഖഭാവം കണ്ട് അവൾക്ക് വല്ലാതെ അലിവ് തോന്നി. ഷിയാബ്ക, എന്തിടി? കത്തുന്നൊരു നോട്ടത്തോടെ അവൻ അവളോട് അലറി. അത് ചായ താഴെ. ആ നോട്ടത്തിൽ ഉരുകി ഒലിച്ച് അവൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു.
രണ്ടിനെയും കടുപ്പിച്ച് ഒന്നുകൂടി നോക്കി അവനോടും തിരിഞ്ഞടന്നു. പുറകിലായി ഷിഫയും. പോകുന്ന പോകിൽ കണ്ണു ചിമ്മി ഒന്നുമില്ലെന്ന് അവൾ അവരെ ആശ്വസിപ്പിച്ചു. വെളുക്കിന് കളിച്ചുകൊണ്ട് ആശി അപ്പോൾ തന്നെ അവൾക്ക് സൈറ്റ് അടിച്ച് കാണിച്ചു. ഒപ്പം 100 വോൾട്ടിന്റെ തെളിച്ചത്തോട് നിന്ന് കിളുത്തുന്ന ആദ്യം കണ്ട് ഷിഫ അന്തം വിട്ടു. ഇത്രയൊക്കെ കേട്ടിട്ടും വല്ല ഉളുപ്പുണ്ടോ നോക്കി. വെറുതെ അല്ല ശ്യാംക്ക് ഇവിടെ കിടന്ന് കാറിപ്പൊളിച്ച് മനസ്സിൽ പറഞ്ഞ് അർത്ഥം വെച്ചുകൊണ്ട് അവളൊന്ന് തലയാനിക്കി. എന്തിനാ ഇതൊക്കെ? ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാവരും? സ്റ്റെപ്പ് ഇറങ്ങിയതിനിടയിൽ അവൾ ചോദിച്ചു. എന്റെ വായിലിരിക്കുന്ന കേട്ട് അവർ നന്നായെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. ഒന്ന് പോ ശ്യാംക്ക, അവരിനി എന്ത് ചെയ്യാനാ? പറഞ്ഞു തീർന്നില്ല. ഒരു മുഴക്കം അവിടെയാകെ പ്രകമ്പനം കൊള്ളിച്ചു. ആ ഞെട്ടലിൽ സ്റ്റെപ്പിൽ നിന്ന് അവളൊന്ന് വേച്ചു പോയി. വീഴാതിരിക്കാൻ പെട്ടെന്ന് ശ്യാമിന്റെ കൈത്തണ്ടിൽ പിടിമുറുക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.